Welcome to College of Ship Technology. മറൈൻ ഷിപ്പ് മേഖലകളിലുള്ള ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകളാണ് കോളേജ് ഓഫ് ഷിപ്പ് ടെക്നോളജി ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു പ്രൈം കോഴ്സ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ നാവൽ ആർക്കിടെക്ട് ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്നാണ്. ബിടെക് മെക്കാനിക്കൽ, ബിടെക് പ്രൊഡക്ഷൻ കഴിഞ്ഞ കുട്ടികൾക്കുള്ള മറൈൻ ഫീൽഡിലേക്ക് പോകാനുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമാണിത്. ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഏജൻസിയായ DNVGL ഡെറ്റ് നോർസ്കൈ വെറിറ്റാസ് ജർമ്മനിഷ് ലോയിഡിൻ്റെ കീഴിലുള്ള ഒരു വർഷത്തെ പ്രോഗ്രാമാണ് PG ഡിപ്ലോമ ഇൻ നാവൽ ആർക്കിടെക്ട് ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. സാധാരണ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കുട്ടികൾക്ക് മറൈൻ ഫീൽഡിലേക്ക് ഷിപ്പ് ബിൽഡിംഗ്, ഷിപ്പ് ഓപ്പറേഷൻ, ഓഫ് ഷോർ ഫീൽഡുകളിലേക്ക് പോകാനുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ഈ ഒരു വർഷത്തെ പ്രോഗ്രാം. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു ഫീൽഡാണ് ഷിപ്പ് ബിൽഡിംഗ്, മറൈൻ ഓഫ് ഷോർ ആക്ടിവിറ്റീസ്. അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് നല്ല ശമ്പളത്തോട് കൂടിയിട്ട് ജോബ് എൻട്രി ചെയ്യാനും ഇന്ത്യയിലും വിദേശത്തുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസിലും അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള DNVയുടെ പ്രോഗ്രാമാണ് PG ഡിപ്ലോമ ഇൻ നാവൽ ആർക്കിടെക്ട് ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. ഈ മറൈൻ ഫീൽഡുകളിലുള്ള ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം പല മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഷിപ്പ് കൺസ്ട്രക്ഷൻ, ഷിപ്പ് ബിൽഡിംഗ്, നാവൽ ആർക്കിടെക്ട്, അതിൻ്റെ കാര്യങ്ങൾ, ഷിപ്പ് കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങൾ, ഷിപ്പ് ഫാബ്രിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സെമി പ്രാക്ടിക്കൽ തിയറി ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ് ഈ ഒരു വർഷത്തെ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളൊരു 8-9 വർഷമായി ഈ പ്രോഗ്രാം ചെയ്യുന്നു. നൂറുകണക്കിന് കുട്ടികൾ പഠിച്ചു പോയിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും കംപ്ലീറ്റ് ആയിട്ട് ഫുൾ പ്ലേസ്മെൻറ്റ് നല്ല രീതിയിൽ തന്നെ വിദേശത്തും ഇന്ത്യയിലുള്ള ഒരുപാട് കമ്പനികളിൽ പ്ലേസ്മെൻറ്റ് പോയിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ. സാധാരണ ഒരു ആവറേജ് ഒരു കുട്ടികൾക്ക് ഇപ്പോൾ നമുക്ക് പ്ലേസ്മെൻറ്റ് പോകുമ്പം ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ 50,000-60,000 റുപ്പീസിന് തന്നെ അവർക്ക് നല്ല രീതിയിൽ കൊച്ചിൻ ഷിപ്പ് യാർഡുകളിലോ ഒരുപാട് ഷിപ്പ് യാർഡുകളിലൊക്കെ അവർക്ക് പ്ലേസ്മെൻറ്റുകൾ ഇപ്പം പോകുന്നുണ്ട്. വിദേശത്തുള്ള ഒരുപാട് കമ്പനികളിലും ഈ നാവൽ ആർക്കിടെക്ട് ബേസിലുള്ള കുട്ടികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ്. അപ്പം ആ മേഖലകളിലേക്കുള്ള കുട്ടികളുടെ ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. DNVGL ഇൻ്റർനാഷണൽ തരത്തിൽ വളരെയധികം റിപ്യൂട്ടഡ് ആയ ഒരു സർട്ടിഫിക്കേഷൻ ഏജൻസിയാണ്. ഇതേ പ്രോഗ്രാം, ഈ DNVGL ഇതേ പ്രോഗ്രാം യൂറോപ്യൻ കൺട്രീസിലും കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ നടക്കുന്നുണ്ട്. സെയിം പ്രോഗ്രാം അവരുടെ സെയിം സർട്ടിഫിക്കേഷന് കീഴിൽ ഞങ്ങൾ ഇന്ത്യയിൽ വെച്ച് നടത്തുന്നു. ഇന്ത്യൻ കുട്ടികൾക്ക് അഫോർഡബിൾ ആയിട്ടൊരു ഫീ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ആ പ്രോഗ്രാം നടത്തിയിട്ട് അവർക്ക് അതേ വിദേശ കമ്പനികളിൽ നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റുകളാണ് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നത്. അപ്പം വളരെ നല്ല രീതിയിൽ നമ്മളൊരു അട്രാക്റ്റീവായ ഒരു പ്രോഗ്രാമാണ്, വളരെയധികം ഫാസിനേറ്റിംഗ് ആയ ഫീൽഡാണ്, വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കൂടുതലായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം പോലുള്ളതാണ് ഈ അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഒരു ആവറേജ് കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ ഇത് പഠിച്ചിട്ട് പാസ്സാവാനും ജോബ് കിട്ടാനും അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ശേഷം പ്ലേസ്മെൻറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നല്ലൊരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ഡെഫിനറ്റ്ലി കുട്ടികൾക്ക് കഴിയും. വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസുള്ള ഫീൽഡാണ് ഷിപ്പ് ബിൽഡിംഗ്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് നമ്മൾ മുമ്പ് ഈ കഴിഞ്ഞ ലാസ്റ്റ് ബാച്ചിലെ കുട്ടികൾ ചൗഗലി ഷിപ്പേഡ് മാംഗ്ലൂർ അവരൊരു ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ പ്രോസസ്സ്, പുതിയ ഷിപ്പ് അവരുടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അതിൻ്റെ ഒരു ലോഞ്ചിങ് സൈഡിലൊരു അവരുടെ ഫോട്ടോസാണ്. കുട്ടികൾ റിയലി ഡൂയിങ് ഗുഡ്. അപ്പോൾ നല്ല താല്പര്യത്തിൽ നമുക്ക് ഇൻവോൾവ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്ന ഷിപ്പ് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു മേജർ പ്രൊജക്റ്റാണ്. വളരെയധികം എന്തൂസിയാസം നമുക്ക് തന്നെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ കുട്ടികൾ നന്നായി എൻജോയ് ചെയ്യും ആ വർക്കിലേക്ക് പോകുന്ന സമയത്തും, പഠന സമയത്തും പോകുന്ന സമയത്തും കുട്ടികൾ നന്നായി എൻജോയ് ചെയ്ത് വരുന്ന ഒരു ഇതാണ്. നമുക്ക് നല്ല ഫീഡ്ബാക്കാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിലും കുട്ടികളുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസിനും യു ഓൾവേസ് ഗെറ്റ് എ വെരി ഗുഡ് നല്ലൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നമ്മളെ കുട്ടികളുടെ പ്ലേസ്മെൻറ്റ് പോകുന്നുമുണ്ട്.